എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? നമുക്കറിയാം മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്ട് ഓഫ് അതേഴ്സ്, അതാണ് മാനേജ്മെന്റ് അല്ലെ. നമ്മൾ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസുകൾ, പ്ലാനിങ്, ഓർഗനൈസിങ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എക്വിസിഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, എങ്ങനെ അക്വയർ ചെയ്യാം, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്നത്. അതിന് എന്തൊക്കെ ലോങ് ടേം ഡിസിഷൻ, ഷോർട്ട് ടേം ഡിസിഷൻസ് ഒക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പറഞ്ഞു. ഇനി നമുക്ക് തേർഡ് മോഡ്യൂളിൽ പറയാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ എന്താ ഇവിടെ ഹ്യൂമൻ റിസോഴ്സ്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ടൈപ്പ് ഓർഗനൈസേഷൻ ആണെങ്കിലും, അതൊരു മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, നമുക്കറിയാം അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഒരുപാട് റിസോഴ്സസുകൾ നമുക്ക് ആവശ്യമാണ് അല്ലെ. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോ ആസ് എ മാനുഫാക്ചറിങ് കൺസേൺ അല്ലെ, ഒരു മാനുഫാക്ചറിങ് കൺസേണിനെ സംബന്ധിച്ച് എന്തായിരിക്കും അവർക്ക് ഒരുപാട് റിസോഴ്സസുകൾ ആവശ്യമാണ് അല്ലെ. മെൻ വേണം, മെഷീനറീസ് വേണം, ക്യാപിറ്റൽ വേണം, അങ്ങനെ ഒരുപാട് റിസോഴ്സസ്. അപ്പൊ അതിന് നമുക്കറിയാൻ പറ്റുന്നതാണ് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടായാലും വിത്തൗട്ട് ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലാതെ അതിനൊരു പൂർണ്ണതയില്ല. നമുക്ക് എല്ലാ റിസോഴ്സസുകളും അപ്പുറത്ത് ക്യാഷ് ഉണ്ട്, ക്യാപിറ്റൽ അല്ലെ, എല്ലാ കാര്യങ്ങളും അസറ്റ്സുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റിസോഴ്സസ് ആണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്, അതായത് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനിലും. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാം, എങ്ങനെ അവരെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത്, എങ്ങനെ അവരെ റിക്രൂട്ട് ചെയ്ത്, സെലക്ട് ചെയ്ത്, ട്രെയിനിങ് കൊടുത്ത്, അവരെ ഡെവലപ്പ് ചെയ്ത്, മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളതാണ് എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന്. പലർക്കും ഇപ്പോഴും അറിയില്ല എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, എന്തുകൊണ്ടാണ് അതിന് ഇത്രയധികം പ്രാധാന്യം, ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റേത് റിസോഴ്സസിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്നോട് ഉദ്ദേശിക്കുന്നതും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എവ്രി ഓർഗനൈസേഷൻ, അത് ലാർജ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, സ്മോൾ ആയിക്കോട്ടെ, യൂസസ് വെറൈറ്റി ഓഫ് ക്യാപിറ്റൽ ടു മേക്ക് ദ ബിസിനസ് വർക്ക് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അവര് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അതിൽ എന്തൊക്കെ വരും? ക്യാഷ് വരും, മറ്റുള്ള വാല്യൂബിൾസ്, സ്റ്റോക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണല്ലോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഇവിടെ. ഒരു റീറ്റെയിൽ സ്റ്റോർ ആണെന്ന് വിചാരിക്കും, ഏതെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പ്. ഈ റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? യൂസസ് രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻവെന്ററി അല്ല, അവരുടെ രജിസ്റ്ററുകൾ, ഇൻവെന്ററി. എന്തിനു വേണ്ടിയിട്ടാണ്? വൈൽ എ കൺസൾട്ടിംഗ് ഫേം മേ ഹാവ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അല്ലെ. ഒരു റീറ്റെയിൽ സ്റ്റോർ ആണെങ്കിൽ അവരുടെ ഇൻവെന്ററി സ്റ്റോക്ക് ഒക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു കൺസൾട്ടിംഗ് ഫേം ആണെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയർ അല്ലെ, അവരുടെ ബിൽഡിംഗ്, ഇതൊക്കെ അവരുടെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇനി എന്താണ്, ഇനിയിപ്പോ ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അവിടെയും ഒരുപാട് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുണ്ടോ. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന എന്താണ് കണ്ടോ? ഓൾ കമ്പനീസ് ഹാവ് വൺ തിങ് ഇൻ കോമൺ, ദേ മസ്റ്റ് ഹാവ് പീപ്പിൾ ടു മേക്ക് ദർ ക്യാപിറ്റൽ വർക്ക് ഫോർ ദം അല്ലെ. ഇതിനെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എല്ലായിടത്തും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന റിസോഴ്സസ് എന്താണ്? പീപ്പിൾ ആണ്. മറ്റേതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അത് നേച്ചർ ഓഫ് ദി ഇൻഡസ്ട്രി അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തരും ഓരോ റിക്വയർമെന്റ്സ് ആയിരിക്കും ആണല്ലോ. പക്ഷെ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്? എന്താണ്? കോമൺ ആണ്. ക്ലിയർ? അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അല്ലെ. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ദ പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ്
എന്താണ് റിക്രൂട്ട്മെന്റ്? നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മാനേജ്മെന്റിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് പഠിച്ചു. അതിൽ നമ്മൾ പറഞ്ഞു, ഓർക്കുന്നുണ്ടാവും, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ റിക്രൂട്ടിംഗ്, സെലക്ടിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. എന്താ റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സെർച്ചിങ് ഫോർ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ആണ്. സ്യൂട്ടബിൾ റിസോഴ്സസിനെ, ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ കണ്ടെത്താം. അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ആദ്യം വരുന്നത്. എന്താണ്? റിക്രൂട്ടിംഗ്. ദെൻ സെലക്ടിങ്, അല്ലെ, നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യാം. ഇൻഡക്റ്റിംഗ് എംപ്ലോയീസ്, അല്ലെ, എംപ്ലോയീസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളിപ്പോ ഒരു പുതിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ നേച്ചർ എന്താണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെ, അവിടെയുള്ള കോവർക്കേഴ്സ് ആരൊക്കെയാണ്, ആരാണ് നമ്മുടെ സുപ്പീരിയർ, ഇതിനെയൊക്കെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുക. ദെൻ ഓറിയന്റേഷൻ കൊടുക്കുക. ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെ, നമ്മളിപ്പോ ഒരു ജോലിക്ക് ഒരാളെ നിയമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അയാളോട് ജോലി എടുത്തോളാൻ പറയില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ടാണ് നിങ്ങൾ നിയമിക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും, എന്തൊക്കെ അക്കൗണ്ട്സുകളാണ് അവിടെ ഡീൽ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റ്സും ഒക്കെ തരും. ദെൻ അപ്രൈസിംഗ് ദി പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്, അല്ലെ, എംപ്ലോയീസിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യാണ്, അപ്രൈസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തും. ഓരോരുത്തർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു, അവർ പെർഫോം ചെയ്യും. എന്നിട്ട് അവർക്ക് എത്രത്തോളം പെർഫോമൻസ്, അവരുടെ ഇവാലുവേഷൻസ് നടത്താം. ദെൻ എന്നിട്ട് കോമ്പൻസേഷൻ, അല്ലെ, എത്രയാണ് അവരുടെ കോമ്പൻസേഷൻ എന്ന് തീരുമാനിക്കുക. ആൻഡ് പ്രൊവൈഡിങ് അതർ ബെനിഫിറ്റ്സ്, കോമ്പൻസേഷൻ ശമ്പളം മാത്രമല്ല മറ്റുള്ള ബെനിഫിറ്റ്സുകൾ. ദെൻ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, മെയിൻറ്റെയിനിങ് പ്രോപ്പർ റിലേഷൻ വിത്ത് എംപ്ലോയീസ് ആൻഡ് ദെയർ ട്രേഡ് യൂണിയൻ, അല്ലെ, നമുക്ക് ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കൊണ്ടുവരാം എംപ്ലോയീസിന്റെ ഇടയിൽ. ദെൻ ട്രേഡ് യൂണിയൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഏതിപ്പോ ഒരു ഓർഗനൈസേഷൻ ആയാലും അവരുടെ യൂണിയനുകൾ ഉണ്ടാവും, ട്രേഡ് യൂണിയൻ എന്ന് പറയും. ആ യൂണിയൻ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള മിനിമം സാലറി ഉറപ്പുവരുത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ട്രേഡ് യൂണിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. എൻഷുറിങ് എംപ്ലോയി സേഫ്റ്റി, വെൽഫെയർ ആൻഡ് ഹെൽത്തി മെഷേഴ്സ് ഇൻ കംപ്ലയൻസ് വിത്ത് ലേബർ ലോ, അല്ലെ, തൊഴിലാളി നിയമങ്ങൾ കുറെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പാലിക്കണം. ക്ലിയർ? അപ്പൊ ഇതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് മുതലേ അയാൾ പിരിഞ്ഞു പോകുന്നത് വരെ, ആ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്, റിട്ടയർ ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് കഴിഞ്ഞ് ആഫ്റ്റർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകളും, അല്ലെ, അലവൻസുകളും, ഇതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇതാണ് HRM. എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നതും എങ്ങനെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളത്. ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയാം. റിപ്ലൈ തരാണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് ഇനി നമുക്ക് നോക്കാനുള്ളതാണ് നേച്ചർ ഓഫ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ നേച്ചർ എന്തൊക്കെയാണ്. നമുക്ക് 5 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്ന് പീപ്പിൾ സെൻട്രിക് ആണ്. അങ്ങനെ പറഞ്ഞ എന്താ പീപ്പിൾ സെൻട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഹ്യൂമൻ റിസോഴ്സസിൽ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? എംപ്ലോയീസിനെയാണ്, അല്ലെ, ഹ്യൂമൻ റിസോഴ്സസിനെയാണ്. അതാണ് പീപ്പിൾ സെൻട്രിക് എന്ന് പറയുന്നത്. ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുക, അല്ലെ, എങ്ങനെ റിക്രൂട്ട് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം, അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം, അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ലൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെ, നല്ലൊരു സേഫ്റ്റി മെഷേഴ്സ്, അവരുടെ വെൽഫെയർ, ഇതൊക്കെ എയിം ചെയ്തുകൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് എന്താണ്? ഇറ്റ്സ് പീപ്പിൾ സെൻട്രിക് ആണ്. ക്ലിയർ? പീപ്പിൾ ഓറിയന്റഡ് ആണ് അത്. കണ്ടോ? ഇറ്റ് ഇൻക്ലൂഡ്സ് പീപ്പിൾ സെൻട്രിക്. കാരണം എന്തുകൊണ്ടാണ്? അതിലെന്തൊക്കെ വരുന്നുണ്ട്? റിക്രൂട്ടിംഗ് തുടങ്ങി, അല്ലെ, അവരുടെ എല്ലാ കാര്യങ്ങളും, വെൽഫെയർ. അപ്പൊ ഇതിൽ എന്താ മെയിൻ ആയിട്ട് ഇതിന്റെ ലക്ഷ്യം എന്താണ്? HRM മോർ ഇമ്പോർട്ടന്റ്ലി എംഫസൈസ് ഓൺ ക്രിയേറ്റിംഗ് നല്ലൊരു ഹ്യൂമൻ ക്യാപിറ്റലിനെ. എന്താ നല്ല ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ?
നല്ല ടാലന്റഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല അറിവുകളുള്ള ഒരു ഹ്യൂമൻ ക്യാപിറ്റലെ എന്താക്കി എടുക്കുക, ഡെവലപ്പ് ചെയ്തെടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള പ്രാധാന്യം. അതാണ് പീപ്പിൾ സെൻട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹ്യൂമൻ റിസോഴ്സ് അടുത്തത് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ. എന്താ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ മാത്രമല്ല, ഹ്യൂമൻ റിസോഴ്സസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ HRM വേണം. അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഒരു ചാരിറ്റബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഒരു എവിടെയാണെങ്കിലും അവിടെയൊക്കെ എന്തുണ്ട്, ഇതിന് പ്രാധാന്യമുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് യൂണിവേഴ്സൽ. കണ്ടോ, ഇറ്റ് ഈസ് പ്രിവെയിലന്റ് എവ്രിവർ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് റെസ്ട്രിക്റ്റഡ് ടു ബിസിനസ്. അല്ല, ഇന്നൊരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഒന്നുമില്ല HRM. അതുകൊണ്ടാണ് അങ്ങനെ യൂണിവേഴ്സലി അപ്ലിക്കബിൾ എന്ന് പറയാൻ പറ്റുന്നത്. കാരണം എവിടെയും നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ HRMന് പ്രാധാന്യം ഉണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ പറയുന്നതാണ് HRM ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. എന്താണ് ഓൺ ഗോയിങ് എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എന്താ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ? ഒരാളെ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണിപാടി കഴിയുന്നില്ല, അല്ലെ? HRM എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ്, എന്തൊക്കെയാണ് അതിൽ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ? സെലക്ഷൻ കഴിഞ്ഞു, ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെ? ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, മോട്ടിവേഷൻ കൊടുക്കണം, അവരുടെ സേഫ്റ്റി എൻഷുർ ചെയ്യണം. ഇനി ആളുകളൊക്കെ ചിലർ റിട്ടയർ ചെയ്ത് പോകും, അപ്പൊ പുതിയ ആളെ റിക്രൂട്ട് ചെയ്യണം. റിട്ടയർമെന്റ് ചെയ്തു പോയ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതൊരു എൻഡിങ് പ്രോസസ് അല്ല HRM എന്ന് പറയുന്നത്. അതാണ് ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ഷൻ ഓറിയന്റഡ് ആണ്, അല്ലെ? നമ്മൾ നോക്കിയ HRMൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, അല്ലെ? ഇതൊക്കെ എന്താണ്? മെയിൻ ആയിട്ട് ആക്ഷൻ ഓറിയന്റഡ് ആണ്. ഒരുപാട് എന്തായിരിക്കും, കണ്ടോ? അതായത് വെറുതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കലല്ല. ക്ലിയർ? ഇതില് ഒരുപാട് കാര്യങ്ങൾ, ആക്ഷൻസുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആക്ഷൻസ് മീൻസ് ഒരാൾ നല്ല രീതിയിൽ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, എംപ്ലോയീസിന്റെ പ്രോബ്ലംസുകൾ പരിഹരിക്കുക. ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസ് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക. എന്തൊക്കെ പ്രോബ്ലംസ് ഹ്യൂമൻ റിസോഴ്സസിനുണ്ട്, എംപ്ലോയീസിനുണ്ട്, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? HRMന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നേച്ചർ ഓഫ് HRM പറയുന്നത് ഇറ്റ്സ് ആക്ഷൻ ഓറിയന്റഡ്. HRM ഈസ് ആക്ഷൻ ഓറിയന്റഡ്. ഓർത്ത് വെക്കണം കേട്ടോ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സ്ഥാപനത്തില് ഒരു റിക്രൂട്ടിംഗ്, സെലക്ടിങ്, അവരെ ട്രെയിനിങ് കൊടുത്തു, അവരെ മോട്ടിവേറ്റ് ചെയ്തു, അവരുടെ ഹെൽത്ത്, സേഫ്റ്റി മെഷേഴ്സ്, വെൽഫെയർ ഒക്കെ നമ്മൾ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? ഫ്യൂച്ചർ ഗ്രോത്തിനും സർവൈവലിനും വേണ്ടിയിട്ടാണ്. നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിലല്ലേ ഒരു സ്ഥാപനത്തിന് വളർച്ചയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ അവരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എന്താണ്? ഹെൽപ്സ് ടു അച്ചീവ് ദെയർ ഗോൾസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത് എന്തെന്ന് പറയുന്നത്? HRM എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോ 5 ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തിനു പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്. എന്താണ് ഫസ്റ്റ് പറയുന്നത്? പീപ്പിൾ സെൻട്രിക് ആണ്, യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആവാം. എവിടെ വേണമെങ്കിലും നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് എവിടെയുണ്ടോ അവിടെയൊക്കെ HRMന് പ്രാധാന്യമുണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഇതൊരു എൻഡിങ് പ്രോസസ് അല്ല. ദെൻ ഇറ്റ്സ് ആൻ ആക്ഷൻ ഓറിയന്റഡ് ആണ്, കൂടുതൽ ആക്ഷൻ ഓറിയന്റഡ് ആണ്, കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇവിടെ പ്രാധാന്യം. ദെൻ ഫ്യൂച്ചർ ഓറിയന്റഡ്. അപ്പൊ ഇതാണ് 5 ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പ്രാധാന്യം എന്താണ് ഓർഗനൈസേഷനിൽ? ഏതൊരു ഓർഗനൈസേഷനും നമ്മുടെ മുൻപിൽ നമ്മൾ നോക്കാം. അത് ബിസിനസ് ആയിക്കോട്ടെ, അല്ലെ, ബിസിനസ് ഓറിയന്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ടൈപ്പ്, അതായത് ഒരു എന്താ പറയാ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അതായത് ചാരിറ്റബിളോ ഒരു സ്പോർട്സ് ക്ലബോ അല്ലെങ്കിൽ ഏതും ആയിക്കോട്ടെ, അവിടെയൊക്കെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടോ? അവിടെയൊക്കെ അതിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യം ഉണ്ട് എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഡെവലപ്പിംഗ് ആൻഡ് എൻഗേജ്ഡ് വർക്ക് ഫോഴ്സ്, അല്ലെ? ഒരു എന്തിനെ ഡെവലപ്പ് ചെയ്യാനാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില്
നമ്മൾ എന്താ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രോപ്പർ HR ഇല്ലെങ്കിൽ, ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലെങ്കിൽ അല്ലെ, ഒരു കമ്പനീനെ സംബന്ധിച്ച് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ലൊരു വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അതാണ് പറയുന്നത്. കണ്ട, എന്താണ് പറയുന്നത്? വിത്തൗട്ട് ഹ്യൂമൻ റിസോഴ്സസ് എംപ്ലോയീസ് ക്യാൻ ലൂസ് സൈറ്റ് ഓഫ് ദെയർ പർപ്പസ് ഓർ റോൾ ഇൻ ദ കമ്പനി. അല്ലെ, നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് അറിയില്ല അവർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ, എന്താണ് അവരുടെ റോള്, ഇതിനെക്കുറിച്ച് അവർക്കൊരു ഐഡിയയും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ക്യാൻ പ്രൊവൈഡ് സ്ട്രാറ്റജിക് കോച്ചിങ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആൻഡ് മെന്റർഷിപ്പ് ദാറ്റ് ഹെൽപ്സ് ഈച്ച് എംപ്ലോയി എൻഗേജ് ആൻഡ് ഗ്രോ. അല്ലെ, ഓരോ എംപ്ലോയീസും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ അവർക്ക് വളരാൻ പറ്റും, അല്ലെ, അവർക്ക് എത്രത്തോളം ഗ്രോത്ത്, ഇതൊക്കെ വ്യക്തമായിട്ട് അവർക്കൊരു ഐഡിയ ഇതിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഏതിലൂടെ? നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൂടെ. ദെൻ അടുത്ത പറയുന്നത് എന്താണ്? അടുത്ത പ്രാധാന്യം എൻഹാൻസിങ് കൊളാബറേഷൻ ആൻഡ് ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ. എന്തായിരിക്കും? നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടെങ്കിൽ, നല്ലൊരു HR ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരുപാട് എന്താ പറയാ ഇമ്പാക്ട് ഒരു കമ്പനിക്ക് ഉണ്ടാവുന്നുണ്ട്. ക്ലിയർ? അതാണ് ഇവിടെ പറയുന്നത്. കേട്ടോ, എംപ്ലോയീസ് മേ യൂസ് HR ഹ്യൂമൻ റിസോഴ്സ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ട്രെയിനിങ് ടു ഹെൽപ്പ് സോൾവ് പ്രോബ്ലംസ്. ഉണ്ടോ, ഒരു പ്രോബ്ലം ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി ഒരു സ്ഥാപനത്തിൽ, അല്ലെ, എംപ്ലോയീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ, പരാതികൾ. അപ്പൊ അതെന്താന്ന് കണ്ടെത്താനും അതിന്റെ കാരണങ്ങൾ കണ്ടെത്താനും അത് സോൾവ് ചെയ്യാനായിട്ട്, അത് പരിഹരിക്കുക. നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്നല്ലേ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അല്ല, ഏറ്റവും ടഫ് ആയിട്ടുള്ളതാണ്. കാരണം ഇപ്പൊ ഒരു മെഷീനറി കേട് വന്നു, നമുക്കത് റിപ്പയർ ചെയ്യാം, ആളെ വിളിച്ച്, അത് അറിയുന്ന ആളെ വെച്ച് റിപ്പയർ ചെയ്യാം. ടഫ് അല്ല, അല്ലെ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പൊ ഒരു അസറ്റോ അല്ലെങ്കിൽ ക്യാഷിനോ നമുക്ക് ഷോർട്ട് വന്നു, നമുക്ക് അതനുസരിച്ച് മേക്കപ്പ് ചെയ്യാം. പക്ഷെ എംപ്ലോയീസ് തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായി അല്ലെങ്കിൽ പ്രോബ്ലംസുകൾ ഉണ്ടായി, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ. അല്ലെ, അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതും അതിനൊരു സൊല്യൂഷൻ, അല്ലെ, നമുക്ക് ഒരാളുടെ ഫേവറിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇംപാർഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സൊല്യൂഷൻ അത് കണ്ടെത്താനും സാധിക്കണം. ഓക്കെ, അപ്പൊ അതൊരു ടഫ് ആയിട്ടുള്ള ടാസ്ക് ആണ്. കൂടാതെ മാനേജേഴ്സ് കുഡ് യൂസ് HR ട്രെയിനിങ് ടു അസിസ്റ്റ് ദം ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദെയർ എംപ്ലോയീസ് മോർ എഫിഷ്യന്റ്ലി. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അല്ല, എവിടെയാണ് പ്രോബ്ലംസ് വരുന്നത് കൂടുതലും? അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കാം. നമ്മളോട് ഒരാൾ ഒരു കാര്യം വീട്ടിൽ നേരിട്ട് പറയുന്നതാണോ മറ്റുള്ളവർ പറയുന്നതാണോ ഇഫക്റ്റീവ് ആവാം? നേരിട്ട് ഒരു കാര്യം പറയുന്നതാണ്. അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പൊ നമ്മളുടെ പാരന്റ്സ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, നമുക്കത് ക്ലിയർ ആയി, അല്ലെ, മനസ്സിലായി, ഇല്ലെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കാം. അതല്ലാതെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് വേറൊരാൾക്ക് വഴിക്ക് പറഞ്ഞു നമ്മുടെ എനിക്ക് ഒരു ഇൻഫോർമേഷൻ എത്തുമ്പോൾ അതിന് എത്രത്തോളം ആക്യുറസി ഉണ്ടാവും നമുക്കറിയില്ല. പറഞ്ഞ ആള് സോഴ്സിൽ നിന്ന് വന്ന ഇൻഫോർമേഷൻ എന്താണോ അത് റിസീവറുടെ കയ്യിലേക്ക് എത്തിയപ്പോ എന്തൊക്കെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇല്ലേ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ്. അപ്പൊ നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് എൻഹാൻസിങ് കൊലാബറേഷൻ ആൻഡ് ഇംപ്രൂവിങ്. നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു കൊലാബറേഷൻ, അല്ലെ, ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. Then helping employees develop a deeper commitment to business objectives. എന്തായിരിക്കും ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഗോൾസ് ഉണ്ട്, അല്ലെ, നമ്മുടെ ലക്ഷ്യങ്ങൾ, അല്ലെ, പ്രോഫിറ്റ് ആയിരിക്കാം, നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം, ഒരുപാട് എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടെങ്കിൽ they can easily achieve their goals, അല്ലെ, ഫ്യൂച്ചർ ഗോൾസ് ഒക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഉണ്ടോ? Through their role as a partner in strategic planning, HR managers gain a clear vision of the company's current goals and ideal future. Once they have that understanding, they can communicate that plan to employees. Strategic planning ആരെടുക്കുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള പ്ലാനുകൾ എടുക്കുമ്പോൾ, അതായത് എന്താണ് ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യേണ്ടത്, അവരുടെ പോളിസീസ്, അവർക്ക് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ ഉള്ളത്, ഇതൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ, അല്ലെ, അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് എന്ത് ചെയ്യുക, അതിൽ ഇൻവോൾവ് ചെയ്യുക. സോ ദേ വിൽ ഗെറ്റ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദി ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഗോൾസ് ഓഫ് ദി കമ്പനി.
സോ ദേ ക്യാൻ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ദെയർ പ്ലാൻസ് ടു ദെയർ എംപ്ലോയീസ്. അല്ലെ, അതാണ് ഏറ്റവും വലുത്. അതാണ് ഞാൻ പറയുന്നത്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ഇൻവോൾവ്മെന്റ് അതിലുണ്ടെങ്കിൽ അതിലൂടെ എന്താണ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഈസിയാണ്. ഓക്കെ, ദെൻ ബൂസ്റ്റിംഗ് എംപ്ലോയി മൊറൈൽ, അല്ലെ, മൊറാലിറ്റി അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടഫായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. എങ്ങനെയാണ് മൊറാലിറ്റി, നല്ലൊരു മൊറൈൽ, അവരുടെ ഒരു വാല്യൂ, എത്തിക്സ്, വാല്യൂസ് ഒക്കെ അവരുടെ മൊറാലിറ്റീനൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വെറുതെ സാധിക്കില്ല. ഓക്കെ, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ലൊരു സാലറി, നല്ല കോമ്പൻസേഷൻ, നല്ല അലവൻസുകൾ, നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് എന്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൂടെ. ഓക്കെ, അതുകൂടെ നമുക്ക് എന്താണ് നല്ലൊരു എംപ്ലോയി മൊറൈൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. When HR institutes social activities such as company sports team or weekly outing, it brings employees together as a people and improve morale. അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള, അല്ലാതെ ഏത് നേരവും വർക്ക് ചെയ്യുക, വർക്ക് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതല്ല. എംപ്ലോയീസിന് അവരെ കുറച്ചുകൂടിയും അവരുടെ മെന്റൽ ഹെൽത്ത്, അവർക്ക് കുറച്ചുകൂടി റിലീഫ്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു എന്താ പറയാ, നമ്മൾ പറയില്ലേ ചില സ്ഥാപനങ്ങളിലൊക്കെ എംപ്ലോയീസിന് ഭയങ്കര അല്ലെ, അതായത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ അവരെ പുറത്ത് ഔട്ടിങ്ങിന് കൊണ്ടുപോവുക, ടൂർ കൊണ്ടുപോവുക, ട്രിപ്പ്, അല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് കുറച്ചുകൂടി മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ അതൊക്കെ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ, കാരണം അവിടെ മൊറാലിറ്റിയാണ്, അവർക്ക് ആ സ്ഥാപനത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് അതിലൂടെ ഉണ്ടാവും. ദെൻ നാവിഗേറ്റിംഗ് കോൺഫ്ലിക്റ്റ് ഇഫക്റ്റീവ്ലി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ കോൺഫ്ലിക്ട്സുകളെ ഡീൽ ചെയ്യുന്നു അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ. ദെൻ മേക്കിംഗ് ടീം മെമ്പേഴ്സ് ഫീൽ സപ്പോർട്ടഡ് ആൻഡ് വാല്യൂഡ്. അതായത് ഇപ്പോൾ ഒരു പുതിയ എംപ്ലോയി നമുക്ക് സ്ഥാപനത്തിലേക്ക് വരാണ്, അപ്പൊ അവർക്ക് വേണ്ട അല്ലെ, അയാൾക്ക് എല്ലാതും പുതിയതാണ്, അവിടെ ഒരു ന്യൂ അറ്റ്മോസ്ഫിയർ ആണ് അയാളെ സംബന്ധിച്ച്. അപ്പൊ ഒരു HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അയാൾക്ക് എല്ലാ സപ്പോർട്ടുകളും അല്ലെ ആവശ്യമായിട്ട്, എന്താണ് ഓർഗനൈസേഷൻ, എന്താണ് അവിടെ നടക്കുന്നത്, ആരൊക്കെയാണ് അയാളുടെ അതോറിറ്റീസ് എന്നൊക്കെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കൊടുക്കാം. ദെൻ അവർക്കൊരു ടീമാണ് എന്നുള്ള ഒരു ഫീല് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയറായല്ലോ? ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, HR എന്താന്നുള്ളതും എന്താണ് HRM. ഓക്കെ, ദെൻ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, ഇമ്പോർട്ടൻസ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്തായിരിക്കും ഒബ്ജക്റ്റീവ്സ്? എന്തിനാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്? നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയുന്നതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. എന്തായിരിക്കും സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്? എന്താണ്? ദീസ് ആർ മെഷേഴ്സ് put in place to respond to the ethical and social needs or challenges of the company and its employees. അല്ലെ, നമുക്ക് സോഷ്യൽ ഒബ്ജക്റ്റീവ്സുകൾ, നമുക്ക് ഒരു കമ്പനി എന്നെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് എന്താ പറയാ സോഷ്യൽ ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ട് അല്ലെ. സൊസൈറ്റിയോട് സോഷ്യൽ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യുക, കമ്പനി നേരിടുന്ന ചലഞ്ചുകൾ, സോഷ്യൽ ചലഞ്ചുകളെ ഫേസ് ചെയ്യുക, എത്തിക്കൽ ആൻഡ് മോറൽ ഇഷ്യൂസുകളെ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസുകളെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ഓക്കെ, കണ്ടോ? ദിസ് ഇൻക്ലൂഡ്സ് ലീഗൽ ഇഷ്യൂസ് സച്ച് ആസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അപ്പൊ അതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിനെ നമ്മൾ ഈക്വൽ ആയിട്ട്, ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്മുടെ അസെറ്റ് ആണ്. അവരെ ഈക്വൽ ആയിട്ട് കാണണം, എല്ലാവർക്കും അവസരങ്ങൾ ഈക്വൽ ആയിട്ട് കൊടുക്കണം, എല്ലാവർക്കും ഈക്വൽ പേ, വർക്ക് ചെയ്യുന്നത് അവരുടെ അനുസരിച്ച് അവർക്ക് ഈക്വൽ പേ ആയിരിക്കണം, അവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അവരുടെ വർക്ക് സ്ട്രെസ് ഒക്കെ നോക്കി പേയ്മെന്റ് അതിനെ രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഒന്നാമത്തെ പറയുന്നത് സോഷ്യൽ ഒബ്ജക്റ്റീവ്. അതായത് ഒരു സോഷ്യൽ നീഡ്സ് ആണ് അവിടെ നമുക്ക് കണ്ടോ, ഈ റെസ്പോണ്ട് ടു ദി എത്തിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്സ് ഓർ ചലഞ്ചസ് ഓഫ് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് എംപ്ലോയി. ഓക്കെ, സെക്കൻഡ് പറയുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്.
തീർച്ചയായിട്ടും നമുക്കറിയാം ത്രൂ ദി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എവറി ഓർഗനൈസേഷൻസ് ക്യാൻ ഈസിലി അച്ചീവ് ദെയർ ഓർഗനൈസേഷണൽ ഗോൾസ്. എങ്ങനെയായിരിക്കും? അതായത് ദീസ് ആർ ദ ആക്ഷൻസ് ടേക്കൺ ടു എൻഷുർ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി കൂട്ടാം, ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ്, അല്ലെ, നല്ല ട്രെയിനിങ് കൊടുക്കാം, ഹയറിംഗ് റൈറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഫോർ എ ഗിവൺ ടാസ്ക്, ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ആൾക്കാരെ, 5 പേരെ ചെയ്യേണ്ടടുത്ത് 10 പേരെ വെക്കുന്നതല്ല എഫിഷ്യൻസി. 5 പേരെ തന്നെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക, അത്രേ വേണ്ടു, അതിനുള്ള ആളുകൾ മതി. ദെൻ മെയിൻറ്റെയിനിങ് ഹൈ എംപ്ലോയി റീറ്റെൻഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യലോ സെലക്ട് ചെയ്യലോ എല്ലാ ബുദ്ധിമുട്ടുള്ള കാര്യം. റീറ്റെയിൻ ചെയ്യലാണ്, നിലനിർത്തലാണ് ബുദ്ധിമുട്ട്. എന്താണ് അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ, ഒരാൾ ജോലിക്ക് വന്നു, അയാൾ ഒരുപാട് വർഷം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ എഫിഷ്യൻസി ആണ്. അല്ലാതെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്യലല്ല നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടഫ് ആയിട്ടുള്ള ടാസ്ക്. നല്ല എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യലാണ്. അതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ത്രൂ HRM, അല്ലെ, HRM അതിനെ സഹായിക്കുന്നു. തേർഡ് വൺ പറയുന്നത് എന്താണ്? ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ്. എന്തായിരിക്കും ഫങ്ഷണൽ? എന്താണ് ഒരു HRM ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ പഠിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അവർക്ക് ഫങ്ഷൻസ്? റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഇതൊക്കെ പ്രോപ്പറായിട്ട് ഭംഗിയായിട്ട് ചെയ്യാം, അല്ലെ. അവരെ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ. അപ്പൊ അതാണ് ദീസ് ആർ ദ ഗൈഡ് ലൈൻസ് യൂസ് ടു കീപ് HR ഫങ്ഷനിങ് പ്രോപ്പർലി വിത്തിൻ ദ ഓർഗനൈസേഷൻ. ദെൻ ഫോർത്ത് വൺ പറയുന്നത് എന്താണ്? പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. എന്തായിരിക്കും പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? പേഴ്സണൽ ഗോൾസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ. ഞാനൊരു എംപ്ലോയി ആയിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. എന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുക. അതിനോടൊപ്പം തന്നെ എനിക്കും കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, അല്ലെ. എന്റെ വളർച്ച, അല്ലെ, എനിക്ക് അവിടെ നിന്നുകൊണ്ട് എന്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ അതും ഇതിലൂടെ സാധ്യമാവുന്നു എന്നാ പറയുന്നത്. ദീസ് ആർ ദ റിസോഴ്സസ് യൂസ്ഡ് ടു സപ്പോർട്ട് പേഴ്സണൽ ഗോൾസ് ഓഫ് ഈച്ച് എംപ്ലോയി. അല്ല, അവർക്ക് വളരാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ, എംപ്ലോയീസിന് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ, കരിയർ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ക്ലിയർ? ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഏരിയാസ്. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ? നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നതാണ് റിക്രൂട്ടിംഗ് ആൻഡ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ റിക്രൂട്ടിംഗ്? റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെർച്ചിങ് ഫോർ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്, അല്ലെ. ആളുകളെ കണ്ടെത്താം, നമ്മുടെ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ കണ്ടെത്താണ്. അതാണ് പറയുന്നത്. അട്രാക്ടിങ് ആൻഡ് റിക്രൂട്ടിംഗ് ഹൈലി ടാലന്റഡ് എംപ്ലോയീസ് ടേക്സ് ടൈം ആൻഡ് പ്ലാനിങ്, അല്ലെ. നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം അതാണ്, റിക്രൂട്ട് ചെയ്യുക, അവരെ നല്ല രീതിയിൽ. എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? കണ്ട, ഷെഡ്യൂൾ, ഇന്റർവ്യൂ, സ്ക്രീൻ ചെയ്യുക, അല്ലെ. ഇന്റർവ്യൂ ചെയ്തു നമ്മൾ അതിൽ നിന്ന് തെരഞ്ഞെടുത്തവരെ സ്ക്രീനിങ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് വിത്ത് കാൻഡിഡേറ്റ്സ് ടു എൻഷുർ ദേ ആർ റൈറ്റ് ഫിറ്റ് ഫോർ ദ കമ്പനി. ഇതാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സ്റ്റാഫിംഗ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റിക്രൂട്ട്മെന്റ്, അതുകൊണ്ട് ഞാൻ കുറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. സ്റ്റാഫിംഗ് എന്താന്നുള്ളത് മൊത്തം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ റിക്രൂട്ട്മെന്റിൽ നമുക്കറിയാലോ പല സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസ് ഓർക്കുന്നുണ്ടാവും. ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഒക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്തൊക്കെയാണ്? ക്യാമ്പസ് സെലക്ഷൻ, കാഷ്വൽ കോളേഴ്സ്, ലേബർ കോൺട്രാക്ടേഴ്സ്, ഓക്കെ. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്സ് ത്രൂ ന്യൂസ് പേപ്പേഴ്സ്, മീഡിയ, അങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറയുന്നത്. ദെൻ അടുത്തത് സെക്കൻഡ് ഫംഗ്ഷൻ പറയുന്നത് എന്താണ്? കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്, അല്ലെ. ഒരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരുമാനിക്കേണ്ടത്, അല്ലെ, ഓരോരുത്തർക്കും ഓരോ ജോലികളായിരിക്കും.
ഓരോരുത്തർക്കും അവരുടെ ക്വാളിഫിക്കേഷൻ ഡിഫറെന്റ് ആണ്, റിക്വയർമെന്റ്സ്, അവരുടെ ഫിസിക്കൽ എബിലിറ്റി. ചിലപ്പോൾ ചില ജോബുകൾ ചെയ്യാനായിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള എബിലിറ്റി ആണ് കൂടുതൽ വേണ്ടി വരാം. അല്ലെങ്കിൽ ചിലർക്ക് മെന്റൽ എബിലിറ്റീസ് ആണ് കൂടുതൽ വേണ്ടി വരാം. അതായത് കുറച്ച് മെന്റൽ, അതായത് നമുക്ക് കൂടുതൽ ഫിസിക്കലിനേക്കാൾ മെന്റൽ അവരുടെ സജഷൻസുകൾ, ഐഡിയാസുകളൊക്കെയാണ്. അപ്പൊ അത് ഓരോ ജോബുകളും ഡിഫറെന്റ് ആണ്. അതനുസരിച്ച് നല്ലൊരു കോമ്പൻസേഷൻ സ്ട്രക്ചർ തീരുമാനിക്കാം. അതാണ് അവരുടെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കണ്ട, മാനേജിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ കോമ്പൻസേഷൻ സ്ട്രക്ചർ ഇസ് വൺ ഓഫ് ദ HR ഡിപ്പാർട്ട്മെന്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഒരു കോമ്പൻസേഷൻ ഇങ്ങനെ കൊടുക്കുക ഒരു വ്യക്തിക്ക്, അയാളുടെ ബേസിക് പേ അല്ലെ, ബേസ് പേ, പിന്നെ അതർ ബെനിഫിറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ കുറെ ഓരോരുത്തർ കൂടുതൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെ മറ്റു ബെനിഫിറ്റ്സുകൾ ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അവരുടെ വർക്ക് എക്സ്പീരിയൻസ് അനുസരിച്ച്, പിന്നെ എന്താണ് ഡിസബിലിറ്റി, ഹെൽത്ത്, ഡെന്റൽ ആൻഡ് ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെയുള്ള കുറെ അലവൻസുകളൊക്കെ നമുക്കറിയാലോ. ഒരുപാട് ഇൻഷുറൻസുകള്, പിന്നെന്താണ് PF, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്ന് ഫണ്ട് പിടിക്കുക, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ദെൻ മൂന്നാമത്തെ നമുക്കറിയാം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ട്രെയിനിങ് കൊടുക്കുക, ഡെവലപ്മെന്റ് കൊടുക്കുക. എന്താ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇനി പഠിക്കാനുള്ളത് അടുത്ത മോഡ്യൂളിൽ, അടുത്ത സെക്ഷനിൽ പഠിക്കാനുള്ളത് HR ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ഡെവലപ്മെന്റ് കുറെ ഇവിടെ പറയുന്നില്ല. എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, ട്രെയിനിങ് ആവശ്യമാണ് അല്ലെ. ഒരു വ്യക്തിക്ക് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ, ചിലപ്പോൾ അയാൾ അത് പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ കൂടിയും ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ വി ഷുഡ് പ്രൊവൈഡ് സം ട്രെയിനിങ് അല്ലെ. ഒരു പുതിയ എംപ്ലോയി എന്ന നിലയ്ക്കോ, അല്ലെങ്കിൽ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് അവിടെയുള്ള ആളുകളായാലും നമ്മൾ കേട്ടിട്ടുണ്ടാവും, പല സ്ഥാപനങ്ങളിലും എല്ലാ വർഷവും ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയും. അപ്പൊ അതാണ് അടുത്തത് ചെയ്യേണ്ടത്. എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം, ഏതൊക്കെ ടൈപ്പ് ട്രെയിനിങ് കൊടുക്കണം. നമ്മൾ കേട്ടിട്ടുണ്ടാവും, 2 ടൈപ്പ് ട്രെയിനിങ്ങും പഠിച്ചതാണ് നമ്മൾ. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ഓൺ ദ ജോബും ഓഫ് ദ ജോബ് ട്രെയിനിങ്? ഓൺ ദ ജോബ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തുകൊണ്ട്, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി പെർട്ടിക്കുലർ ഒരു ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ട് അതിൽ വെച്ച് പഠിപ്പിക്കാം, എന്നിട്ട് ആക്ച്വലി ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അത് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം, അതാണ് അടുത്ത റെസ്പോൺസിബിലിറ്റി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ. കാരണം നല്ലൊരു ട്രെയിനിങ് ഉണ്ടായാലാണ് അവർക്ക് പ്രോപ്പർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ കൂടാതെ ഡെവലപ്മെന്റ് അല്ലെ, അവർക്ക് ട്രെയിനിങ് കൊടുത്താൽ മാത്രം പോരാ, അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. കാരണം 10 വർഷം മുമ്പ് എന്താണോ എംപ്ലോയി, അതേപോലെ തന്നെ ആയിരിക്കും ഇത് ആഫ്റ്റർ 10 ഇയേഴ്സ്. അവർക്ക് മാറ്റങ്ങൾ വരണം അല്ലെ, അറിവ് കൂടണം, അവരുടെ വളർച്ച അതുകൂടി എയിം ചെയ്യണം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതാണ് ഫസ്റ്റ് 3 ഫങ്ഷൻസ് പറയുന്നത്. പിന്നെന്താണ് അടുത്തത് പറയുന്നത്? 4th വൺ, എംപ്ലോയി റിലേഷൻ. എന്താ എംപ്ലോയി റിലേഷൻസ് എന്ന് പറഞ്ഞാൽ? നല്ലൊരു റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മളൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാക്കിയെടുക്കണം. അതെ, നമ്മൾ പറയാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസോ കമ്മ്യൂണിക്കേഷൻ പാടില്ല എംപ്ലോയീസ് അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം ചോദിക്കുക, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ സുപ്പീരിയേഴ്സിനോട് മാത്രം. വേറൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ട അല്ലെ. നമുക്കറിയാലോ, എല്ലാവരും പല പല ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ. എല്ലാ എംപ്ലോയീസിന്റെയും ക്യാരക്ടർ ഡിഫറെന്റ് ആണ്, അവരുടെ പെർസ്പെക്ടീവ്സ് അല്ലെ, അവരുടെ ഒക്കെ ഡിഫറെന്റ് ആണ്. പലരും പല ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ദർ മേ ബി എ ചാൻസസ് ഓഫ് കോൺഫ്ലിക്ട്സ് അല്ലെ, ഇതുണ്ടാവും. കാരണം പലരും പല സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അല്ലെ, ഫാമിലിയിലെ സിറ്റുവേഷൻസ് ഒക്കെ. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ, ഒരു റെമഡി എവിടെ കിട്ടണം? അല്ലാതെ നമ്മുടെ വീട്ടിലെ ഫാമിലി പ്രോബ്ലംസ് കമ്പനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവിടെ വീട്ടിൽ സ്ട്രെസ് ഉള്ളവർ ഇവിടെ വന്ന് ഇവിടെയും സ്ട്രെസ്, ആ ഒരു കൺസെപ്റ്റ് പാടില്ല. അതാണ് നല്ലൊരു റിലേഷൻഷിപ്പ്. വേണ്ട, ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെൽത്തി എംപ്ലോയി റിലേഷൻസ് ഇസ് വൈറ്റൽ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം കാര്യങ്ങൾ, അവരുടെ പ്രോബ്ലംസുകൾ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റണം. എന്നാലാണ് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് വേണ്ടി വരും? ദാറ്റ് വിൽ ലീഡ് ടു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു കോൺഫ്ലിക്റ്റ് ഇൻ ദ വർക്ക് പ്ലേസ് അല്ലെ. സ്വാഭാവികമായിട്ടും എല്ലാ കണ്ടീഷൻസും ഉണ്ടെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു എംപ്ലോയി റിലേഷൻഷിപ്പ് ആവശ്യമാണ്. Then 5th one, satisfaction.
എങ്ങനെയാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ? എങ്ങനെയായിരിക്കും എംപ്ലോയീസിനെ എങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം? നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, അല്ലെ, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ, നല്ല സാലറി അല്ലെങ്കിൽ നല്ല റെമ്യൂണറേഷൻ, നല്ല കോമ്പൻസേഷൻ, അവർക്ക് കൂടുതൽ അവരുടെ പെർഫോമൻസ് ലെവൽ അനുസരിച്ച് അവർക്ക് പേയ്മെന്റ്, എന്നാലാണ് ഏതൊരു എംപ്ലോയും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് സാറ്റിസ്ഫാക്ഷൻ? ഇപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചു വന്നു, നമ്മളെ പഠിച്ച ജോലിയല്ല ചെയ്യുന്നത്, നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. നമുക്ക് ശമ്പളം ചിലപ്പോ കിട്ടുന്നുണ്ടാവും, നല്ല സാലറി പേയ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ടാവും, പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണ്. ഇപ്പൊ എല്ലാവരും പഠിച്ച ജോലിയൊന്നും ആയിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക, പക്ഷെ നമ്മൾ ചിന്തിച്ചാൽ അറിയാം നമുക്ക് ചിലപ്പോൾ പല സിറ്റുവേഷനിലും അതൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നില്ല. അപ്പൊ റൈറ്റ് പേഴ്സൺ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് എന്താണ് ഷുഡ് പേ പ്രോപ്പർ റെമ്യൂണറേഷൻ, അല്ലെ, അല്ലെങ്കിൽ അയാൾക്ക് വ്യക്തമായിട്ടുള്ള അയാളുടെ ജോബിനെ കുറിച്ച് ധാരണ, അയാൾക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ, നല്ലൊരു പേയ്മെന്റ്, എന്നാലേ ഒരു എംപ്ലോയിനെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇതോടുകൂടി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് തീർന്നിട്ടില്ല. എന്താണ് അടുത്തത് പറയുന്നത് നോക്കിക്കേ, ലേബർ ലോസ് ആൻഡ് ലീഗൽ കംപ്ലൈൻസ്, അല്ലെ. HR പിന്നെ HR ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യേണ്ടത്? എന്തായിരിക്കും? എന്താണ് ലേബർ ലോ, അല്ലെ, നിയമങ്ങളുണ്ട്, ലീഗൽ കംപ്ലൈ ചെയ്യണം, ഫോളോ ചെയ്യണം. ലീഗൽ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലേബേഴ്സ്, അല്ലെ, ലേബേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇപ്പൊ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്, നമുക്ക് നമ്മുടെ ഇഷ്ടംപോലെ ആളുകളെ വെച്ച് പണിയെടുപ്പിക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ അതാണ് പറയുന്നത്, സക്സസ്ഫുൾ ആൻഡ് ഹെൽത്തി ഓർഗനൈസേഷൻ സ്പെൻഡ് മണി ആൻഡ് ടൈം ഡെവലപ്പിംഗ് എ സ്ട്രോങ് HR ഡിപ്പാർട്ട്മെന്റ് that support employees and ensures that companies comply, അല്ലെ, അവര് കറക്റ്റ് ആയിട്ട് ലീഗൽ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതിലൂടെ മനസ്സിലാക്കാം. എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ ആൻഡ് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഇവരൊക്കെ ലേബേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളതാണ്. അതായത് ലേബേഴ്സിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെ, നമ്മൾ കേൾക്കുന്നില്ലേ പല സ്ഥലങ്ങളിലും ലേബേഴ്സിനോ എക്സ്പ്ലോയിറ്റേഷൻ, അല്ലെ, ചൂഷണം ചെയ്യുന്നുണ്ട്, ശമ്പളം കൊടുക്കാണ്ടും കൂടുതൽ പണിയെടുപ്പിച്ചിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണെങ്കിൽ ദേ ഷുഡ് കംപ്ലൈ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ ലീഗൽ ഫോർമാലിറ്റീസ് ഇംപ്ലിമെന്റഡ് ബൈ ദി ഗവൺമെന്റ്. അടുത്തത് എന്താണ്? കഴിഞ്ഞിട്ടില്ല, വീണ്ടും എന്താണ് പറയുന്നത്? HRMന്റെ സേഫ്റ്റി ആൻഡ് ഹെൽത്തി ഉറപ്പുവരുത്തണം. ആരുടെയാണ്? എംപ്ലോയീസിന്റെ. ദേ കംപ്ലൈ വിത്ത് ദി ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആക്ട് 1970. ഓർത്തു വെക്കാട്ടോ. എന്തായിരിക്കും അങ്ങനെ പറഞ്ഞാൽ? ഈ ആക്ടിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കണ്ടോ, എംപ്ലോയി മസ്റ്റ് പ്രൊവൈഡ് എ സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് ഫോർ ദയർ എംപ്ലോയി. സേഫ്റ്റി, അല്ലെ, നമ്മൾ കേൾക്കുന്നില്ലേ പല അപകടങ്ങളും, പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഇല്ല. ഒരു വലിയ വലിയ ഇപ്പൊ ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുമ്പോഴും, അല്ലെങ്കിൽ വലിയ വലിയ കെമിക്കൽ ഫാക്ടറികളും അങ്ങനെയൊക്കെ വർക്കുകൾ നടക്കുമ്പോൾ അവിടെയൊക്കെ സേഫ്റ്റി മെഷേഴ്സ് വേണം. എംപ്ലോയീസിന്റെ സേഫ്റ്റി, ഹെൽത്ത്, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ സേഫ് ആക്കണം. അതിനാണ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആക്ട് പാസ്സായിരിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങാനും ഒരു സിറ്റുവേഷൻ വന്നാല് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം, അല്ലെ. എന്തെങ്കിലും എന്താ പറയാ ഇഷ്യൂസുകൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ ഇഞ്ചുറീസോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കണം, അത് കുറയ്ക്കാനായിട്ട്, ഇതൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ കൊടുത്തിരിക്കാം. ഓക്കെ, പിന്നെ അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം അനലിസ്റ്റ്. അതായത് മെയിൻ ആയിട്ട് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ സ്ഥാപനങ്ങളിലുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാം. അതനുസരിച്ച് അതിലെന്തൊക്കെയാണ് ഒരു എംപ്ലോയീസ്, എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ പേ റോള്, എത്രയാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, എംപ്ലോയി റെക്കോർഡ്സ്, ബെനിഫിറ്റ്സ്, അവർക്ക് എത്രയാണോ ടൈം വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫങ്ഷണൽ ഏരിയാസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 8 ഓർത്തു വയ്ക്കാം, ചോദിക്കാം. അതിൽ പ്രത്യേകിച്ച് ലേബർ ലോ എന്താണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ ആൻഡ് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതൊക്കെ ചിലപ്പോൾ ഇതിന്റെ ഷോർട്ട് ഫോം ഒക്കെ തന്നിട്ട് ചോദിക്കാം. ദെൻ പിന്നെ കണ്ട ഒക്യുപേഷണൽ OSHA, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആക്ട് ഓഫ് 1970. ദെൻ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ അനലിസ്റ്റ്, ഇൻഫോർമേഷൻ സിസ്റ്റം അനലിസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
ഇത്രയാണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എന്താണ് HRM പറഞ്ഞു, എന്താണ് അതിന്റെ നേച്ചർ, അതിന്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷണൽ ഏരിയാസ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഞാൻ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, എല്ലാവരും ആൻസർ ചെയ്യണേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എംഫസൈസ് ഓൺ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എംഫസൈസ് ചെയ്യുന്നത്? ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ, പണിഷ്മെന്റ് ഓഫ് പീപ്പിൾ, അഡോപ്ഷൻ ഓഫ് പീപ്പിൾ, നൺ ഓഫ് ദീസ്. എന്താണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്, ഓക്കെ വെരി ഗുഡ്, അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ഓഫ് HRM ഇൻക്ലൂഡ്സ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്തൊക്കെ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് വരുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ ഓപ്പറേറ്റീവ് അല്ലെ ഫങ്ഷൻസ് എന്തൊക്കെയാ വരുന്നത്? First one, procurement, development, compensation and motivation, maintenance, integration and emerging trends, all of these. എന്തായിരിക്കും ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്? Operative functions of human resource management includes ഓപ്ഷൻ ബി അല്ലെ, റൈറ്റ് ആൻസർ ആണ്. എല്ലാതും അതിന്റെ ഭാഗമാണ് അല്ലെ. നമുക്ക് കൺഫ്യൂഷൻ വരാം ഫസ്റ്റ് വൺ ആണെന്ന് അല്ല. പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, മോട്ടിവേഷൻ അതുണ്ട്. മെയിന്റനൻസ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സസിനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. ഇന്റഗ്രേഷൻ ആൻഡ് എമർജിംഗ് ട്രെൻഡ്സ്, പുതിയ പുതിയ കാര്യങ്ങളെ അല്ലെ അവരുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഒക്കെ ആവശ്യമാണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വെരി ഗുഡ്. Then question number 3, which of the following statement are correct? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? Human resource management is a strategic management function. Under HRM, employees treated as resource. HRM is the management of skills, talent and ability. HRM lacks the organization to achieve its goals. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇതിൽ പറയുന്നുണ്ട്, നന്നായി വായിച്ചു നോക്കുക എന്നിട്ട് പറയാം. എന്താണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, HRM ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് സ്കിൽസ്, ടാലന്റ്, എബിലിറ്റീസ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും സാധിക്കില്ല അല്ലെ. ദെൻ എന്താണ് ഇവിടെ പറയുന്നത്? എംപ്ലോയി ഈസ് ട്രീറ്റഡ് ആസ് റിസോഴ്സ്. HRM എന്ന് പറയുന്നതിൽ എംപ്ലോയിനെ ഒരു റിസോഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. പഠിച്ചു വെക്കുക. ഫോർത്ത് വൺ, what is human factor? എന്താണ് ഹ്യൂമൻ ഫാക്ടർ എന്ന് പറയുന്നത്? മൈക്രോ ആൻഡ് മാക്രോ ഇഷ്യൂസ് ഓഫ് സോഷ്യോ എക്കണോമിക് ഫാക്ടർ, interrelated physiological, psychological and social ethical aspects of human being, entire concept of human behavior, none of the above. എന്താണ് ഹ്യൂമൻ ഫാക്ടർ? എന്താണ്? റൈറ്റ് ആൻസർ ഈസ് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ.
what is human factor? Interrelated, physiological, psychological, social, ethical aspects of human being. ഓക്കെ, ഇന്റർ റിലേറ്റഡ് ഇതൊക്കെ അല്ലെ ബന്ധപ്പെടുത്തിയതാണ് ഹ്യൂമൻ ഫാക്ടർ. അല്ലാതെ എൻ്റയർ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ല, ഇതൊക്കെ വേണം. സോഷ്യൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബീങ്, അതാണ് ഹ്യൂമൻ ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then fifth one, human resource management includes, HRM includes എന്താണ്? HR training and development, retirement and separation of human resources, industrial relations, all of the above. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഓൾ ഓഫ് ദി അബവ് ആണ്. കാരണം HRM ഇതെല്ലാം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനിങ്ങും ഡെവലപ്മെന്റും മാത്രമല്ല, റിട്ടയർമെന്റ്, അതുപോലെ തന്നെ അവരുടെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ, HRM ഈസ് ഡാഷ് ഫംഗ്ഷൻ, എ ലൈൻ ഫംഗ്ഷൻ, എ സ്റ്റാഫ് ഫംഗ്ഷൻ, എ അക്കൗണ്ടിംഗ് ഫംഗ്ഷൻ, ഓൾ ഓഫ് ദി അബവ്. എന്തായിരിക്കും? HRM is dash function. The option right answer is option B അല്ലേ? സ്റ്റാഫ് ഫംഗ്ഷൻ ആണല്ലോ. HRM എന്ന് പറയുന്നത് ഒരു സ്റ്റാഫ് ഓറിയന്റഡ് ഫംഗ്ഷൻ ആണ്. Then last question, one more question. എന്താണ് പറയുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻക്ലൂഡ്സ്. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. എന്താണ്? സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഓഫ് ഫേംസ് വർക്കേഴ്സ്, training of firms workers, education of firms workers, all of the above. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? എന്തായിരിക്കും? The right answer ഏതാണ്? ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻക്ലൂഡ്സ് all of the above അല്ലെ? ലാസ്റ്റ് വൺ ആണ് ആൻസർ വരുന്നത്. കാരണം എന്തുകൊണ്ട്? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്കില്ലാവാം, എക്സ്പേർട്സ് ആവാം, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ഒക്കെ പ്രാധാന്യമുണ്ട്. ഇത് കൊടുത്താലാണ് നല്ലൊരു ഹ്യൂമൻ ക്യാപിറ്റലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇന്ന് ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസുകൾ ഞാനൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ ഇത്രേ ഉള്ളൂ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താ എന്നുള്ളത് ഒരു വ്യക്തമായ ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ക്ലാസ്സുകളിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, പഠിക്കുക. ഓക്കെ, അപ്പൊ സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ, താങ്ക് യു.